ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ടോപ്പിക്കാണ്. എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നടക്കുന്ന സ്വർണ്ണക്കടത്തും. നമ്മൾ പത്രങ്ങളിലൊക്കെ എപ്പോഴും വായിക്കുന്നതാണ്. അതും അങ്ങ് ദൂരെ സുഡാനിൽ നടക്കുന്ന ആഭ്യന്തര യുദ്ധവും തമ്മിൽ ഒരു ബന്ധമുണ്ടോ? നമ്മൾ അതിനെ പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്നും സ്വർണ്ണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കണ്ണ് മഞ്ഞളിക്കുന്നൊരു ലോഹമാണ്. അപ്പോൾ ഈ മഞ്ഞ ലോഹത്തിന് വേണ്ടി മനുഷ്യൻ ധാരാളം യുദ്ധങ്ങളൊക്കെ വരെ ചെയ്തിട്ടുണ്ട്. അത്രയേറെ വിലപ്പെട്ടൊരു ലോഹമാണ് സ്വർണം. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമുക്കറിയാം സ്വർണത്തിന് ഭയങ്കര ഡിമാൻഡാണ്. ഓരോ കൊല്ലവും നമ്മൾ ധാരാളം ടൺ കണക്കിന് സ്വർണം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്ത്യ സ്വർണം വളരെയധികം ഇമ്പോർട്ട് ചെയ്യുന്നൊരു രാജ്യമാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മളൊരു ഇറക്കുമതി തീരുവ അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കണം. അപ്പോൾ റീസെൻറ്റ് കണക്കനുസരിച്ച് 6% സ്വർണത്തിനുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി. അതായത് നമ്മളിപ്പോൾ ഒരു 100 ലക്ഷത്തിൻ്റെ സ്വർണം ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 106 ലക്ഷം പേ ചെയ്യണം. 6 ലക്ഷം ഗവൺമെൻറ്റിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വർണം ഇമ്പോർട്ട് ചെയ്യാനുള്ള ഡ്യൂട്ടി. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന ആർക്കാണെങ്കിലും ഗവൺമെൻറ്റിന് തീരുവയായിട്ട് ഒരു 6 ലക്ഷത്തോളം അല്ലെങ്കിൽ ഇത്ര ശതമാനം പൈസ പോകുന്നുണ്ട്. അപ്പോൾ ആൾക്കാരെന്താ ചെയ്യുക? ഈ തീരുവ എങ്ങനെ വെട്ടിക്കാം? അപ്പോൾ ഈ തീരുവ വെട്ടിച്ച് സ്വർണം കൊണ്ടുവന്നതിനാണ് സ്വർണ്ണ കള്ളക്കടത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോൾഡ് ട്രാഫിക്കിങ്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വർണത്തിൻ്റെ ഭയങ്കര കള്ളക്കടത്തുള്ള രാജ്യമാണ്. അത് ഇന്ത്യ മൊത്തം നോക്കുക, ഇന്ത്യയിലെ പല സംസ്ഥാനത്തുകൂടി സ്വർണം കള്ളക്കടത്താറുണ്ട്. ഇപ്പം നേപ്പാൾ ബോർഡറിൽ കൂടെ സ്വർണം കടത്താറുണ്ട്, ബംഗ്ലാദേശ് ബോർഡറിൽ കൂടെ സ്വർണം കടത്താറുണ്ട്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ബോർഡറിൽ കൂടെ സ്വർണം കടത്താറുണ്ട്, നമുക്ക് എയർപോർട്ടുകൾ വഴി സ്വർണം കടത്താറുണ്ട്, കടൽ വഴി സ്വർണം കടത്താറുണ്ട്. അപ്പോൾ സ്വർണ്ണക്കടത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലൊരു വലിയ ക്രൈമാണ്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് സ്പെസിഫിക്കലി കേരളത്തിൻ്റെ കേസിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കേരളത്തിലെ സ്വർണ്ണക്കടത്ത്. അപ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് 760 കിലോമീറ്ററോളം കടൽ തീരമുണ്ട്. നമുക്ക് കുറച്ച് ഇൻ്റർനാഷണൽ എയർപോർട്ടുകളുണ്ട്. അപ്പോൾ ധാരാളം കേരളീയർ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്വർണ്ണക്കടത്തിന് പറ്റിയൊരു കണ്ടക്റ്റീവ് അറ്റ്മോസ്ഫിയറാണ് കേരളത്തിലുള്ളത്. കാരണം ഈ ബോർഡറിൽ കൂടെയൊക്കെ സ്വർണ്ണം കടത്തായിട്ട് വരാം. അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത് വളരെ രാഷ്ട്രീയപരമായ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയുള്ളൊരു സംഭവമാണ് ഈ സ്വർണ്ണക്കടത്ത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഒരു കൾച്ചറൽ കണ്ടക്സിൽ തന്നെ സ്വർണ്ണക്കടത്ത് ഒരുപക്ഷെ വളരെയധികം ആഘോഷിക്കപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ 20-ാം നൂറ്റാണ്ട് സിനിമ നോക്കുക, അതിൽ സാഗർ ഇലിയാസ് ജാക്കി, ശരിക്കും അതിൽ സാഗർ ഇലിയാസ് ജാക്കി ഒരു ഹീറോ ആയിട്ടാണ് കാണുന്നത്. അതുപോലെ പല സിനിമകളും കേരളത്തിൽ സ്വർണ്ണക്കടത്തിനെ പറ്റി വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2020-നും 2023-നും ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ സ്വർണം കള്ളക്കടത്തിയിരിക്കുന്നത് കേരളത്തിലേക്കാണ്. 2023 കണക്കിൽ കേരളം ഇന്ത്യയിൽ 3-ാമതാണ് സ്വർണ്ണക്കടത്തിൽ. 2023 സാമ്പത്തിക വർഷത്തിലെ കണക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ എയർപോർട്ടുകളിൽ പിടികൂടിയ സ്വർണം മാത്രം 142.5 കിലോഗ്രാമാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഇത് പിടികൂടിയ സ്വർണ്ണമാണ്, പിടികൂടാത്തതിലും കൂടുതലാണ്. അപ്പോൾ എയർപോർട്ടിൽ കൂടെ കടത്തുന്നതാണ് 142, ഇതിലും കൂടുതൽ വേറെ കടത്തലുകളുണ്ടാവും. അപ്പോൾ കേരളം സ്വർണം കള്ളക്കടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു ഹബ്ബാണ്. ഇനി നമ്മൾ നോക്കുന്നത് എവിടെ നിന്നാണ് കേരളത്തിൽ ഈ സ്വർണം എവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലേക്ക് സ്വർണം കള്ളക്കടത്ത് വരുന്ന എവിടെ നിന്നാണ്? മെയിൻലി ദുബായിൽ നിന്നാണ്, അല്ലെങ്കിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നാണ്. ഇനിയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ മെയിൻ പോയിന്റിലേക്ക് കിടക്കുന്നത്. ഇനി ഈ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ രാജ്യമാണ്. അവർക്കങ്ങനെ സ്വന്തമായിട്ട് അധികം സ്വർണ്ണഖനികളൊന്നും അവർക്കില്ല. അപ്പോൾ അവർക്ക് എവിടെ നിന്നാണ് സ്വർണം വരുന്നത്? അവർ ആഫ്രിക്കയിൽ നിന്നാണ് സ്വർണ്ണം ഇമ്പോർട്ട് ചെയ്യുന്നത്. അതിൽ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു വരേണ്ട ഒരു രാജ്യമാണ് സുഡാൻ. അപ്പോൾ നമുക്ക് സുഡാൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം. സുഡാൻ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയുടെ വടക്ക് കിഴക്കുള്ളൊരു രാജ്യമാണ്. അപ്പോൾ സുഡാൻ ഒരു വളരെ വലിയ രാജ്യമാണ്. സുഡാൻ്റെ അതിർത്തി രാജ്യങ്ങൾ ഈജിപ്ത്, ലിബിയ, എത്യോപ്യ, എറിട്രിയ, ചാഡ്, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, സൗത്ത് സുഡാൻ. കൂടാതെ സുഡാന് ചെങ്കടലിലൊരു ബോർഡറുണ്ട്, ഒരു കടൽ തീരമുണ്ട്. അപ്പോൾ സുഡാൻ വളരെ വലിയൊരു രാജ്യമാണ് ആഫ്രിക്കയിൽ, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് രാജ്യങ്ങളിലാണ്. സുഡാൻ്റെ ജനസംഖ്യ ഏകദേശം 4.8 കോടിയാണ്. ജനസംഖ്യയിൽ 91% മുസ്ലിങ്ങളാണ്. ബാക്കി ഒരു മൈനോറിറ്റിയിൽ ക്രിസ്ത്യൻസും ലോക്കൽ ആഫ്രിക്കൻ മതങ്ങളും ഉണ്ട്. ഇനി നമ്മൾ സുഡാൻ്റെ വംശങ്ങൾ നോക്കുകയാണെങ്കിൽ
70% സുഡാൻകാർ അറബികളായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ സുഡാനിലെ അറബികൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ലെബനനിലെയോ സൗദിയിലെയോ പോലത്തെ അറബികളല്ല. അവർ കുറച്ചും കൂടെ ആഫ്രിക്കൻസോട്ട് മിക്സ്ഡ് ആണ്. അപ്പോൾ 70% സുഡാനികൾ അറബികളായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സുഡാൻ എന്ന രാജ്യം സ്വയം ഒരു അറബ് രാജ്യമായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ബാക്കി 30% സുഡാനിൽ പലവിധ ആഫ്രിക്കൻ ഗോത്രങ്ങളാണ്. ഇപ്പോൾ പല ഗോത്രങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം ബേജ, ഫുറ്, സഗാവ, മസാലിത്ത്, അങ്ങനെ പല ഗോത്രങ്ങൾ സുഡാൻ്റെ പല ഭാഗത്തുണ്ട്. ഇനി നമ്മൾ സുഡാൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ സുഡാന് സ്വാതന്ത്ര്യം കിട്ടുന്നത് 1950-കൾക്ക് ശേഷമാണ്. അപ്പോൾ കഴിഞ്ഞ 75 കൊല്ലം നോക്കുകയാണെങ്കിൽ സുഡാനിൽ ഭയങ്കര വംശീയ വർഗീയ പ്രശ്നങ്ങളുള്ള രാജ്യമാണ്. അവിടെ ഭയങ്കര വംശീയപരമായ പ്രശ്നങ്ങളുണ്ട്. കാരണം സുഡാനിലെ അധികാരം കൈയാളുന്നത് അറബികളാണ്. അവരാണ് സുഡാനിൻ്റെ സിവിൽ സർവീസിലും പട്ടാളത്തിലും ബ്യൂറോക്രസിയിലും എല്ലാം അവരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അറബ് വംശജരുമായിട്ട് സുഡാനിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. ആഫ്രിക്കൻ വംശജരുമായിട്ട് സുഡാനിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ സുഡാനിൽ 2 ആഭ്യന്തര യുദ്ധങ്ങൾ കടന്നു കഴിഞ്ഞു. ഒന്ന് 50-കളുടെ അവസാനമായിരുന്നു, ഒന്ന് 80-കൾ തുടങ്ങി 2005 വരെയാണ്. അങ്ങനെ സുഡാനിൽ 2ഓളം ആഭ്യന്തര യുദ്ധങ്ങൾ കടന്നു. അങ്ങനെ ആ ആഭ്യന്തര യുദ്ധങ്ങളുടെ അവസാനമായിട്ട് തെക്കുള്ളൊരു സുഡാനുണ്ട്. അതൊരു ക്രിസ്ത്യൻ മെജോറിറ്റി ഏരിയയാണ്. അത് വേറെ രാജ്യമായി. അതാണ് സൗത്ത് സുഡാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മാപ്പിൽ കാണാം. ഇനി നമ്മൾ സുഡാൻ്റെ അകത്തുള്ള രാഷ്ട്രീയത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സുഡാനിലെ ഭരണവും സമ്പത്തും അധികാരങ്ങളും എല്ലാം കയ്യേറുന്നത് അറബികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരാണ്. അപ്പോൾ സുഡാനിലെ ഒരു പ്രവിശ്യയാണ് ദാർഫൂർ. അപ്പോൾ സുഡാൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ പ്രവിശ്യ. ഈ പ്രവിശ്യ ചാഡ്, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് മുതലായ രാജ്യങ്ങളുടെ അതിർത്തിയിലാണ്. അപ്പോൾ ഈ ദാർഫൂർ എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് അല്ലെങ്കിൽ പ്രവിശ്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ആഫ്രിക്കൻ വംശജരാണ്. അപ്പോൾ അവരിൽ ഫർ എന്ന് പറഞ്ഞൊരു ഗോത്രമുണ്ട്, മസാലിത്ത് എന്ന് പറഞ്ഞൊരു ഗോത്രമുണ്ട്, സഗാവ എന്ന് പറഞ്ഞൊരു ഗോത്രമുണ്ട്. അപ്പോൾ ദാർഫൂറിൽ ഈ ആഫ്രിക്കൻ വംശജരെ സുഡാൻ ഗവൺമെൻറ് വളരെ ഭീകരമായി അടിച്ചമർത്തുന്നുണ്ട്. അപ്പോൾ സുഡാൻ ഗവൺമെൻറ് എന്നും സപ്പോർട്ട് ചെയ്യുക അറബികളെയാണ്, അവിടുത്തെ അറബ് ഗോത്രവർഗ്ഗങ്ങളെയാണ്. അവരുടെ പ്രധാന തൊഴിൽ ഒട്ടകം വളർത്തലൊക്കെയാണ്, ഒട്ടകം മേയ്ക്കലൊക്കെയാണ്. അപ്പോൾ ഈ ദാർഫൂർ ഒരു വരണ്ട സ്ഥലവുമാണ്. അപ്പോൾ ദാർഫൂറിൽ വെള്ളത്തിനും നല്ല സ്ഥലത്തിനും വേണ്ടി സംഘർഷമുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് അറബികളും ഒരു ഭാഗത്ത് ആഫ്രിക്കൻ വംശജരുമാണ്. അങ്ങനെ ദാർഫൂറിൽ ഒരു വലിയ സംഘർഷം ഉണ്ടാകുന്നുണ്ട്. 2003 തുടങ്ങി ദാർഫൂറിലൊരു യുദ്ധമുണ്ട്. ഒരു ഭാഗത്ത് സുഡാനിലെ ഗവൺമെൻറ് അവർ സപ്പോർട്ട് ചെയ്യുന്ന അറബികൾ. അപ്പോൾ അറബികളുടെ ഒരു മിലീഷ്യയുണ്ട്, അല്ലെങ്കിൽ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പുണ്ട്. അതിൻ്റെ പേരാണ് ജൻജാവീദ്. മറുഭാഗത്ത് ആഫ്രിക്കക്കാരുടെ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് ജസ്റ്റിസ് ആൻഡ് ഈക്വാളിറ്റി മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ സുഡാൻ ലിബറേഷൻ മൂവ്മെൻറ്റ്. അപ്പോൾ ഇവിടെ അറബ് വംശജർ ആഫ്രിക്കൻ വംശജർ വളരെ വലിയ ഒരു വംശഹത്യ നടത്തിയിട്ടുണ്ട്. ഏകദേശം 3 ലക്ഷത്തോളം ആഫ്രിക്കൻ വംശജർ അവിടെ 10 കൊല്ലത്തിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സുഡാനിലെ അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അറബ് വംശജർ ഒരു പട്ടാളമുണ്ട്. അതിനാണ് ജൻജാവീദ് എന്ന് പറയുന്നത്. അവർ വളരെ ക്രൂരന്മാരാണ്. വളരെ വലിയ കൂട്ടക്കൊലകൾ, ബലാത്സംഗങ്ങൾ, അങ്ങനെ പല ക്രൈമുകൾ ചെയ്യുന്ന ഒരു വലിയ മിലിറ്റന്റ് ഗ്രൂപ്പാണ് ജൻജാവീദ്. ഇപ്പോൾ 2013 നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സുഡാനിലെ ജൻജാവീദ് എന്ന് പറഞ്ഞ അറബ് പട്ടാളം ഒരു പുതിയ പേരുമാറ്റം വന്നു. അവർക്ക് പുതിയൊരു സ്ട്രക്ചർ വന്നു. അങ്ങനെ അവരുടെ പുതിയൊരു പട്ടാളത്തിൻ്റെ പേരാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ്. അപ്പോൾ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സുഡാൻകാർ അവർക്ക് അവരുടെ വരുമാനം വളരെയധികം കുറഞ്ഞു. കാരണം അവർക്ക് എണ്ണ വരുമാനം കുറേ കുറഞ്ഞു. അപ്പോൾ അവരുടെ ഈ RSF അല്ലെങ്കിൽ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിനെ ഈ അറബികൾക്ക് വേണ്ടി പട്ടാളപ്പണിക്ക് വിട്ടു. അതായത് സൗദി അറേബ്യ, UAE മുതലായ രാജ്യങ്ങളുടെ യുദ്ധം നയിക്കാൻ വേണ്ടി സുഡാനിലെ പട്ടാളക്കാരെ അവർ വിട്ടു. സൗദിയും UAEയും അവർക്ക് നല്ല ശമ്പളം കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ യമനിലെ യുദ്ധത്തിൽ സൗദിക്കും UAEക്കും വേണ്ടി പൊരുതിയത് സുഡാനിലെ പട്ടാളക്കാരാണ്. അതിൽ പ്രത്യേകിച്ച് ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സാണ്. റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിൻ്റെ തലവൻ്റെ പേരാണ് മുഹമ്മദ് ഹംദാൻ ദഗാലോ, അല്ലെങ്കിൽ ഹെമത്തി. അയാൾ സുഡാനിൽ വളരെ ശക്തിയേറിയൊരു മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസിൻ്റെ ഒരു പ്രധാന കച്ചവടം എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാണ്. പ്രത്യേകിച്ച് ദാർഫൂർ പ്രവിശ്യയിൽ പല സ്വർണ്ണ ഖനികളും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇവർ സുഡാനിൽ നിന്നുള്ള സ്വർണം എങ്ങോട്ടാണ് കടത്തുന്നത്? ഇവർ UAEയിലേക്കാണ് കടത്തുന്നത്. UAEയിലെ റിഫൈനറികളിലാണ് ഈ സ്വർണം ശുദ്ധീകരിക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2023 ശേഷം സുഡാനിൽ ഒരു 3ാമത്തെ ആഭ്യന്തര യുദ്ധം വന്നു. ഈ യുദ്ധത്തിൽ ഒരു സൈഡിൽ RSF അല്ലെങ്കിൽ അറബ് മിലീഷ്യയാണ്, ഒരു സൈഡിൽ സുഡാൻ്റെ പട്ടാളമാണ്. അപ്പോൾ ഇതൊരു 3ാമത്തെ സുഡാനീസ് ആഭ്യന്തര യുദ്ധമാണ്. അപ്പോൾ ഈ ആഭ്യന്തര യുദ്ധത്തിൽ സുഡാനിലെ പട്ടാളത്തിനെ എതിർക്കുന്നത് RSF ആണ്.
ഈ RSFനെ സപ്പോർട്ട് ചെയ്യുന്നത് റഷ്യയുടെ വാഗ്നർ ഗ്രൂപ്പ്, അതുപോലെ UAE ആണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് ഈ RSF ഈ സുഡാനിലെ സ്വർണം കുഴിച്ചെടുത്ത് അവരത് UAEയിലേക്കും റഷ്യയിലേക്കും കയറ്റുമതി ചെയ്യും. ഇതിനെയാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് ഗോൾഡ് എന്ന് പറയുന്നത്. അതായത് സ്വർണം കുഴിച്ചെടുക്കുന്നു, ഈ സ്വർണം ഉപയോഗിച്ചാണ് വലിയ യുദ്ധങ്ങൾ തുടരുന്നത്. അപ്പോൾ ഈ സ്വർണം കുഴിച്ചെടുക്കുന്നത് വളരെ കഷ്ടാവസ്ഥയിലാണ്. നമ്മൾ ആർട്ടിസാനൽ മൈനിങ് എന്ന് പറയും. അതായത് ആൾക്കാരെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചാണ് സ്വർണം എടുക്കുന്നത്. അപ്പോൾ അതിൽ റഷ്യയുടെ വാഗ്നർ ഗ്രൂപ്പിന് പങ്കുണ്ട്, അതുപോലെ UAEക്ക് പങ്കുണ്ട്. അപ്പോൾ ഈ സുഡാനിലെ സ്വർണം ഈ സുഡാനിൽ നിന്ന് പോയി എത്തുന്നത് എവിടെയാണ്? UAEയിലാണ്. അപ്പോൾ ഇതിന് പ്രതിഫലം വന്നോണം ഈ RSF അല്ലെങ്കിൽ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന UAE ആണ്. അങ്ങനെ സുഡാനിലെ ഇപ്പോഴത്തെ ആഭ്യന്തര യുദ്ധം ശരിക്കും വലിയൊരു തോതിൽ ഉണ്ടാക്കുന്നത് UAE തന്നെയാണ്. ഈ സ്വർണ്ണമാണ് ദുബായിലേക്ക് പോകുന്നത്. അപ്പോൾ പല റിപ്പോർട്ടുകളനുസരിച്ച് ലോകത്ത് കോൺഫ്ലിക്റ്റ് ഗോൾഡിൻ്റെ ഒരു വലിയ ഏരിയയാണ് ദുബായിൽ കൊണ്ടുവന്ന് ഇത് റിഫൈനറികളിൽ ശുദ്ധീകരിച്ച് ഈ സ്വർണ്ണമാണ് പിന്നെ ഇന്ത്യയിലോട്ട് കള്ളക്കടത്തുന്നത്. അപ്പോൾ ബേസിക്കലി ഇതാണ് നമ്മുടെ കേരളത്തിലെ സ്വർണ്ണക്കടത്തും സുഡാനിലെ ആഭ്യന്തര യുദ്ധം തമ്മിലുള്ള ബന്ധം. അപ്പോൾ നമ്മുടെ ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് കൂടുമ്പോൾ നമ്മൾ സ്വർണ്ണം കൂടുതൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുവാണ് ഇല്ലീഗലായിട്ട്. ഈ സ്വർണം ഫണ്ട് ചെയ്യുന്നത് ഈ RSF എന്ന് പറഞ്ഞ ട്രൂപ്പിനെയാണ്, അതിൻ്റെ യുദ്ധപ്രഭുവായ ഹെമത്തിനെയാണ്. അത് സുഡാനിൽ ആഭ്യന്തര യുദ്ധം കലശമാക്കുവാണ്. ഇപ്പോൾ സുഡാനിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങിയ ശേഷം ഏകദേശം 25,000-നും 1.5 ലക്ഷത്തിനിടയ്ക്ക് ആൾക്കാർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഏകദേശം 70 ലക്ഷത്തോളം ആൾക്കാർക്ക് അവരുടെ വീടും കുടിയും എല്ലാം നഷ്ടമായി. അങ്ങനെ വളരെ പ്രശ്നത്തിലെത്തിക്കുവാണ്. അപ്പോൾ നമ്മൾ സംസാരിച്ച ടോപ്പിക്ക് എങ്ങനെയാണ് കേരളം എന്ന സംസ്ഥാനത്തെ സ്വർണ്ണക്കടത്തും സുഡാനിലെ ആഭ്യന്തര യുദ്ധം തമ്മിലുള്ള ബന്ധം. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങളും സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യുക, കൂടുതൽ ഷെയർ ചെയ്യുക.